ന്യൂസ് റൂം ലൈവ് തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത പോളിംഗിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. ഉയർന്ന പോളിംഗ് ഗുണം ചെയ്യുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രമായി ലഭിച്ച വോട്ടല്ല പോളിംഗ് ശതമാനം കൂടാൻ കാരണമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത്. 2,03,000-ഓളം പേരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 77.68% അവസാനവട്ട കണക്കെടുക്കുമ്പോഴുള്ള പോളിംഗ്. അതിനി മാറിമറിയാനും സാധ്യതയുണ്ട്. സർവീസ് വോട്ടുകളും ഒപ്പം പോസ്റ്റൽ വോട്ടുകളും ഇനിയും കണക്കാക്കാനുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. 8 മണ്ഡലങ്ങളിൽ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. രാഹുൽ തരംഗമാണ് പോളിംഗ് കൂടാൻ കാരണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പറഞ്ഞു. കേന്ദ്രത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇടതുപക്ഷത്തിന്റെയും സഹായം തേടുമെന്ന് ആന്റണി പറഞ്ഞു. ഇടതുപക്ഷം നശിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. കേന്ദ്രത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. ശബരിമല വിഷയത്തിൽ എടുത്തുചാട്ടം കാണിച്ച സർക്കാരാണ് പിണറായി സർക്കാരെന്ന് സ്ത്രീ വോട്ടർമാർക്കറിയാമെന്നും AK ആന്റണി പറഞ്ഞു. പോളിംഗ് ശതമാനം കൂടിയതുകൊണ്ട് LDFന് നഷ്ടമാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് മുന്നണി കൺവീനർ A. വിജയരാഘവൻ. കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തിയതാണ് പോളിംഗ് വർദ്ധിക്കാൻ കാരണം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടില്ലെന്നും വിജയരാഘവൻ News 18 പറഞ്ഞു. ജനങ്ങൾ കൂടുതൽ പോളിംഗ് ബൂത്തിൽ എത്തി എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് നഷ്ടമുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ ആയിരുന്നില്ല എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. വിഷയമാക്കാൻ ശ്രമിച്ചവരുണ്ട്, അത് വേറെ കാര്യം. രാഷ്ട്രീയ നിലപാടിന്റെ കുറവ് കാരണം ഈ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയവരാണ്. അത് ഒരു കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട്, BJP പങ്കുവച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യം, കേരളം ഇത്തരം പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കില്ല. കേരളം അതിനേക്കാൾ ഉയർന്ന വിധാനത്തിൽ ചിന്തിക്കുന്നവരാണ് മലയാളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ UDF ചരിത്രപരമായ വിജയം നേടുമെന്ന് UDF കൺവീനറും ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരമാണ് ഉയർന്ന പോളിംഗിലൂടെ പ്രകടമായത്. കിഴക്കമ്പലത്തെ 2020 ഉന്നയിച്ച വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് അടുത്ത മാസം 23-ന് ശേഷം മറുപടി നൽകുമെന്നും ബെന്നി ബെഹനാൻ News 18 പറഞ്ഞു. മികച്ച പോളിംഗ്, മികച്ച വിജയം, അതാണ് എൻ്റെ പ്രതികരണം. ഈ പ്രാവശ്യം കണ്ട ഒരു പ്രത്യേകത, ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. വോട്ടർമാർ സ്വയമേ വോട്ട് ചെയ്യാൻ തയ്യാറായി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണയോടൊപ്പം തന്നെ അവർ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും UDFന് അനുകൂലമാണ്. കാര്യം 2-3 കാരണങ്ങൾ ആണ് അങ്ങനെ അവരെ പ്രേരിപ്പിക്കാൻ കാരണം. ഒന്ന്, മോഡി ഭരണത്തിനോടുള്ള ഒരു എതിർപ്പുണ്ട്. മോഡിയുടെ 5 വർഷക്കാലത്തെ ഭരണം ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ഭയമുണ്ട്. ആ ഭയം അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി, മോഡി ഗവൺമെൻറ്റിനെതിരായി അവർ അത് പ്രയോജനപ്പെടുത്തിയെന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥാനാർത്ഥി K. സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അതുകൊണ്ട് തന്നെ ബൂത്തുകളിൽ നമ്മുടെ ആളുകൾ എല്ലായിടവും ഒന്നും ഉണ്ടായിട്ടില്ല. അതും പ്രത്യേകിച്ചിട്ട് പറയാം, 4 നിയോജക മണ്ഡലത്തിലാണ് ഈ കള്ളവോട്ട് കേന്ദ്രീകരിച്ചത്. 4 നിയോജക മണ്ഡലത്തിൽ തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം, അഴീക്കോടിൻ്റെ ഒരു ഭാഗം, പേരാവൂരിൻ്റെ ചെറിയൊരു ഭാഗം, മുഴക്കുന്ന് ഭാഗം പേരാക്കൂരിൽ. ഇവിടെ മാത്രമേ ഈ കള്ളവോട്ട് നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇവിടെ ഏത് എക്സ്റ്റൻറ്റിലും അവർ പോയി വളരെ വൃത്തികെട്ട രീതിയിൽ സ്ഥാനാർത്ഥിയെ പോലും കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ ആദ്യത്തെ തന്നെ ഞാൻ 9 ഇലക്ഷന് മത്സരിച്ചതാണ്. ഇതുവരെ എനിക്ക് നേരെ അങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം ഒരു ബൂത്തിൽ പോയിട്ടുണ്ടായിട്ടില്ല. കാരണം ഞങ്ങളൊന്നും അങ്ങനെ ഒരു മര്യാദകൾ കാണിക്കുന്നവരല്ല. ഞാനിവിടെ ഇലക്ഷനിലെ ഡ്യൂട്ടി ഓഫീസർ, പോളിംഗ് ഓഫീസറുടെ പെർമിഷൻ വാങ്ങി എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുപോട്ടെ, അതിന് വലിയ ആനക്കൗര്യം പറ്റി പറയുന്നതല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് സുരക്ഷിത ബോധം ഉണ്ടായില്ല. സുരക്ഷിത ബോധം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു പട്ടാളവും ഒരു റിസർവ് പോലീസും അതില്ല. നമ്മളോടൊക്കെ പറഞ്ഞതെന്താ, നമ്മൾ ചർച്ചയ്ക്ക് പോയപ്പോൾ അന്നത്തെ കോൺഫറൻസിൻ്റെ അകത്ത് പറഞ്ഞതും ആവശ്യപ്പെട്ടതും ആ സെൻസിറ്റീവ് ബൂത്തിലെല്ലാം സെൻട്രൽ ഫോഴ്സ് വേണമെന്നാണ്. നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ എല്ലാ സെൻസിറ്റീവ് ബൂത്തിലും സെൻട്രൽ ഫോഴ്സ് ഉണ്ടെന്നാണ്. പക്ഷേ പിന്നെയാണ് അറിയുന്നത് 139 പോളിംഗ് സ്റ്റേഷനിലാണ് സെൻസിറ്റീവ് ബൂത്ത് എന്ന് പറഞ്ഞ്, സെൻസിറ്റീവോ ഹൈപ്പർ ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 139 പോളിംഗ് സ്റ്റേഷനിലാണ് ഈ പോലീസ് ഉണ്ടായത്, സെൻട്രൽ ഫോഴ്സ് ഉണ്ടായത്. ആ സെൻട്രൽ ഫോഴ്സും ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് UDFന് പക്ഷമുള്ള ബൂത്തുകളിലാണ്. ഒരു പ്രശ്നവും നടക്കാത്തതില്ല. നീർച്ചാൽ ഞാൻ അങ്ങ് പോയ നമ്മളെ എന്താണ് മയിലൊക്കെ പോയ സ്ഥലത്ത് മുസ്ലിം ലീഗിൻ്റെ
ഒരു ഡോമിനൻ്റ് ഏരിയ, ആ ഡോമിനൻ്റ് ഏരിയയിലൊക്കെ ഒരു 10-14 പോലീസ് പട്ടാളക്കാരൊക്കെ നിൽക്കുന്ന അവിടെ. ഒരു പ്രശ്നം ഇന്ന് വരെ ഒരു ഇലക്ഷൻ്റെ അകത്തൊരു കംപ്ലൈൻറ്റ്, ക്രിമിനൽ കംപ്ലൈൻറ്റ് നോട്ട് ചെയ്യാത്ത കൊടുക്കാത്ത സ്ഥലങ്ങളാണ് അവിടെയാണ് ഏറ്റവും ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഈ പുറത്തുനിന്ന് വന്ന പാരാമിലിറ്ററി അവരെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സുരക്ഷിതത്വവും കിട്ടാത്തൊരു ഇലക്ഷനാണ് നമ്മൾ ഇക്കുറി ഫേസ് ചെയ്ത് നടത്തും. വ്യാപകമായി അക്രമം നടന്നിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അക്രമം നടന്നിട്ടുണ്ട്. ആ അക്രമത്തിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ ആശുപത്രിയിലുണ്ട്. കള്ളവോട്ട് വ്യാപകമായി ചെയ്തു. നമ്മൾ വളരെ സീരിയസ് ആയി കള്ളവോട്ടിൻ്റെ കണക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് നമ്മളിത് പൂർത്തിയാക്കും. നമ്മളതിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഈ പറയുന്ന കള്ളവോട്ട് ഈ 10 മണി 10:15 11 മണിക്കും ചെയ്തതൊക്കെ നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോ വെച്ച് തന്നെ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ഇലക്ഷൻ റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി വി വിൽ പ്രൊസീഡ് ലീഗലി. ഈ കള്ളവോട്ടിനെ നിരോധിക്കാതിരിക്കാൻ ഇനി ഒരു മാർഗമില്ല. അതിനാത്യന്തികമായി ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. നമ്മൾ ആ നിയമയുദ്ധത്തിൻ്റെ പോരാട്ടത്തിലാണ്. അതിൻ്റെ എല്ലാ രേഖകളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ രേഖകൾ 2-3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. എത്ര വോട്ട് ചെയ്തു എന്നതിൻ്റെ കണക്കും ഓരോ ബൂത്ത് കമ്മിറ്റിയും ഇന്ന് ഇരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്നലത്തെ രാത്രിത്തെ ആക്രമണത്തിനകത്ത് ഒരു വീട്ടിൽ കയറി ആടിനെ വരെ അടിച്ചുകൊണ്ട് പോയി. കടമ്പൂരിൽ ഇപ്പം ഞാൻ പോയപ്പോഴൊക്കെ പറഞ്ഞത് ആടിനെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിലെ ഒരു പ്രവർത്തകൻ്റെ ഇർഷാദ് എന്ന് പറഞ്ഞതിൻ്റെ വീട്ടിൽ നിന്ന് ആടിനെ വരെ അത്ര അപരിഷ്കൃതവും നീചവുമായ രീതിയിലാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മുടെ മട്ടന്നൂരിൽ കൈനിയിൽ ഇന്നലെ രാത്രി നടന്നത് ഭീകരമാണ് സംഭവം. അവിടെ മുഴുവൻ വീടുകളെ മുമ്പിലും പോയി വാളിട്ട് ഒച്ചയാക്കി ബഹളാക്കി. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കണ്ണൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നു. 4 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് തളിപ്പറമ്പ്, മട്ടന്നൂർ, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കള്ളവോട്ടുണ്ടായത്. ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന തന്നെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു LDF പ്രവർത്തകർ എന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കണ്ണൂരിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇരുമുന്നണികളും. പരമ്പരാഗത ഇടത് കോട്ടകൾക്കൊപ്പം UDF ശക്തി കേന്ദ്രമായ മലയോര മേഖലയിലും ഇത്തവണ മുൻ വർഷങ്ങളേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞ പാരമ്പര്യമുള്ള കണ്ണൂരിൽ ഇത്തവണ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തെ 81.06% മറികടന്ന കണ്ണൂർ ഇത്തവണ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതാണ്. 2014 മലയോര മേഖലയിൽ തിരിച്ചടിയായ ഗാഡ്ഗിൽ കസ്തൂരംഗൻ പ്രശ്നങ്ങൾ ഇത്തവണ ഇല്ലെന്നതാണ് കെ സുധാകരന്റെ പ്രതീക്ഷ. ഇരിക്കൂറിൽ 80.94%, പേരാവൂരിൽ 81.39% ഇത്തവണ പോളിംഗ്. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ശബരിമല വിഷയത്തിലെ അസംതൃപ്ത വോട്ടുകളും സുധാകരൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരെ ചൊവ്വേ ഇലക്ഷൻ നടന്നാൽ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇപ്പോഴും പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലാണ് LDF. ഇടതുകോട്ടകളിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭൂരിപക്ഷത്തിലും പ്രതിഫലിച്ചാൽ ഇത്തവണയും ജയിച്ചു കയറാമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. തളിപ്പറമ്പിലാണ് മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്, 86.16%. മട്ടന്നൂരും ധർമ്മടവും കൂടി ചേർന്നാൽ തരക്കേടില്ലാത്ത ഭൂരിപക്ഷമുണ്ടാവുമെന്ന് LDF കണക്കുകൂട്ടുന്നു. 2004 ഞങ്ങൾക്ക് 20-ൽ 18 കിട്ടിയത്. ചിലപ്പോൾ ഇത്തവണ ഒന്നുകൂടി കൂടിയെന്ന് വരും. അതാണ് ഇത്തവണ ചരിത്ര വിജയത്തിലേക്ക് LDF എത്തുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളത്. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളും ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ തലേന്നെടുത്ത പോലീസ് കേസുമൊക്കെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചെന്ന് കണ്ടുതന്നെ അറിയണം. അടിവലിവുകളും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടെന്നതും കണ്ണൂരിലെ വിജയിയെ നിശ്ചയിക്കും. ഏതായാലും പ്രവചനാതീത മത്സരം നടന്ന മണ്ഡലത്തിൽ ഇനി 1 മാസം നീളുന്ന കാത്തിരിപ്പ്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കണ്ണൂർ. സംസ്ഥാനത്ത് ഇന്നലെ പിറന്നത് ഒരു പിടി വോട്ടിംഗ് റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പുമാണ് ഇന്നലെ പൂർത്തിയായത്. 2.03 കോടി ആളുകൾ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനത്തിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറികടന്നു. വോട്ടിംഗ് ശതമാനത്തിൽ 30 വർഷം മുമ്പുള്ള റെക്കോർഡ് മറികടന്നില്ലെങ്കിലും വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇന്നലെ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത് 2,03,13,833 പേർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2,20,25,321 എന്ന റെക്കോർഡാണ് മറികടന്നത്. വോട്ടിംഗ് ശതമാനം 77.68. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 77.35, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 73.98 എന്നീ കണക്കുകളാണ് മറികടന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനക്കണക്കിലും എണ്ണക്കണക്കിലും മുന്നിലെത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെയുമുണ്ട് നിരവധി റെക്കോർഡുകൾ. 13 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 10 ലക്ഷത്തിലധികം വീതം വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ഇവയിൽ ഏറെയുമാവട്ടെ വടക്കൻ മണ്ഡലങ്ങളുമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കാസർഗോഡ്, 10,96,470.
രണ്ടാം സ്ഥാനം രാഹുലിന്റെ വയനാട്ടിൽ 10,90,403. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 10 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് തെക്കൻ കേരളത്തിൽ എണ്ണം 10 ലക്ഷം കടന്നത്. 2014 1.79 ലക്ഷം ആളുകളാണ് മലപ്പുറത്ത് കൂടുതൽ വോട്ട് ചെയ്തത്. വയനാട്ടിൽ 1.75 ലക്ഷം ആളുകളും കൂടുതൽ വോട്ട് ചെയ്തു. പത്തനംതിട്ടയിൽ 1.51 ലക്ഷം പേരും തിരുവനന്തപുരത്ത് 1.3 ലക്ഷം പേരും കൂടുതൽ വോട്ട് ചെയ്തു. 13 മണ്ഡലങ്ങളിൽ 2014 1 ലക്ഷം പേർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഭയമില്ലെന്ന് തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥി ശശി തരൂർ. തിരുവനന്തപുരം മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് വോട്ടും ലഭിച്ചു. ആരും വിശ്വാസവഞ്ചന ചെയ്യില്ല. വോട്ട് മറിച്ചു എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തരൂർ വ്യക്തമാക്കി. എനിക്കൊരു സംശയവുമില്ല, ഇത് കഴിഞ്ഞ തവണയും കാലത്ത് വലിയൊരു ഭൂരിപക്ഷം തവണ ഞങ്ങൾ ജയിക്കും. അതൊക്കെ മാധ്യമത്തിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആരാണ് ഈ നിങ്ങൾ പറയുന്നത് ഞാൻ എഴുത്ത് എഴുതി? ഞാൻ ഒരിക്കലും എഴുത്ത് എഴുതിയിട്ടില്ല. ആരും കാണാത്തൊരു എഴുത്തും അടിസ്ഥാനമില്ലാത്തൊരു പരാതിയൊക്കെ ആയിരുന്നു. പാർട്ടി നിങ്ങൾ കണ്ടില്ല എത്ര ആവേശത്തോടും ഊർജ്ജയോടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ തവണ ശരിക്കും ഒരു ക്യാമ്പയിൻ ഇതിനെക്കാട്ടും നന്നായി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. ദിവാകരൻ. തീരദേശത്ത് ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമുണ്ടാകും. ശബരിമല തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്നും C. ദിവാകരൻ പറഞ്ഞു. ആത്മവിശ്വാസമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ഒന്ന്, ഇന്നലെ തന്നെ ഉണ്ടായ വോട്ടേഴ്സിൻ്റെ ഇടയിലുണ്ടായ ഒരു പ്രതികരണം, എന്നെ കണ്ടപ്പോൾ അവരുടെ ഒരു ആഹ്ലാദവും സന്തോഷപ്രകടനങ്ങളും എല്ലാം. പോളിംഗ് ബൂത്തിൽ ഞാൻ ചെന്ന് കയറിയാൽ അവരുടെ ചട്ടങ്ങളൊന്നും നോക്കാതെ എന്നെ വന്ന് വളയുകയും സാറ് ജയിക്കും എന്നവരെല്ലാം പറഞ്ഞപ്പോൾ അവരുടെ ഒരു നല്ല റിയാക്ഷനാണ്. മറ്റൊരു ഘടകം, എൻ്റെ വിജയത്തിൻ്റെ ഘടകം, ഞാൻ എല്ലാ കോളേജ് ക്യാമ്പസിലും പോയി. എല്ലാ കോളേജ് ക്യാമ്പസിലും, മെഡിക്കൽ കോളേജ് അടക്കം കോളേജ് ക്യാമ്പസിൽ ന്യൂ ജനറേഷൻ പൂർണ്ണമായിട്ട് അവർ ലെഫ്റ്റിൻ്റെ കൂടെയാണ്. ഈ തീരദേശത്തുള്ള ആളുകളെല്ലാം ചില ആളുകളെ കൊണ്ട് കാണിച്ചിങ്ങനെ കൊണ്ടുപോയാൽ വോട്ട് കിട്ടും. ആ കാലമൊക്കെ പോയി. അവിടെയൊക്കെ ഞാനും പോയിരുന്നു. തീരദേശം മുഴുവൻ ഞാൻ കവർ ചെയ്തു. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് ഉണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്. BJP കൊണ്ടുവന്ന ശബരിമല അതിൻ്റെ മോനെ ഒടിഞ്ഞു പോയി. ശബരിമല ഒരിടത്തും ഞാൻ പോയിടത്തും ഒരിടത്തും അവർ ആരും. പത്തനംതിട്ടയിൽ മികച്ച വിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും UDF തരംഗമായിരുന്നുവെന്നും ആന്റോ ആന്റണി പറഞ്ഞു. 100% UDFന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ്. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിച്ച കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ഒന്ന്, പ്രളയം. 10,000-കണക്കിന് ആളുകളുടെ അവരുടെ ജീവിതം തകർത്തെറിഞ്ഞൊരു പ്രളയമാണ്. ആ പ്രളയം ഒരു മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം. ശബരിമല പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അവിടെ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഒരു അവസരമേ ഉള്ളൂ എന്ന കാഴ്ചപ്പാട് അവരിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ താൽപര്യക്കുറവുണ്ടായിരുന്നില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. സ്ഥാനാർത്ഥിത്വം വൈകിയത് തിരിച്ചടിയായില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെയുമല്ല തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത്. KC വേണുഗോപാലിൽ നിന്ന് മികച്ച പിന്തുണ ലഭിച്ചുവെന്നും ഷാനിമോൾ വ്യക്തമാക്കി. ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആലപ്പുഴ ഒരു ഓപ്പൺ വേക്കൻസി ഉണ്ടായത്. അതിനുശേഷം പാർട്ടി എന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഈ സീറ്റിലേക്ക് പരിഗണിക്കുകയായിരുന്നു. അല്ലാതെ ഞാൻ ഇത് വേണ്ടാന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്കെന്നും ആത്മവിശ്വാസം തന്നിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഈ എല്ലാം എൻ്റെ പൊതുരംഗത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്തുണ നൽകിയിട്ട് ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥിത്വം വൈകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വരുന്നത്, എതിർ സ്ഥാനാർത്ഥി കുറേയേറെ പ്രചരണ രംഗത്ത് മുന്നേറും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്ക്, താഴെയുള്ള UDF പ്രവർത്തകർക്കൊക്കെ ഒരാശങ്ക വരും. അത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ പറയുന്നത്, ഏത് മഹാനായാലും പറയുന്ന വാചകങ്ങൾ ഞാൻ അത് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ആദരവോടുകൂടി എതിരഭിപ്രായങ്ങളെയും ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആലത്തൂരിൽ വിജയം ഉറപ്പെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. തന്റെ വേദനകൾ ആലത്തൂരുകാർ ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് എന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. എല്ലാവരുടെയും നല്ലൊരു പ്രവർത്തനം, UDFന്റെ പ്രവർത്തകരുടെ വലിയൊരു പ്രവർത്തനം. അവർ ഊണും ഉറക്കവും ഇല്ലാതെ അവർ മുഴുവൻ സമയവും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിലുപരി ആലത്തൂരിലെ ഓരോ ജനങ്ങളും, നമ്മൾ പ്രചരണത്തിന് പോകുന്ന സമയത്ത്
നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ നമ്മളടുത്ത് പറഞ്ഞ രമ്യ ജയിക്കും എന്ന് പറയുന്ന ഒരു വലിയ അവരുടെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ വോട്ട് ചോദിക്കുമ്പോൾ ആ പറയുന്ന ഒരു മറുപടി നമുക്ക് വലിയൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എത്തി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തായിരുന്നാലും വിജയം ഉറപ്പാണ്. പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി MP രാജേഷ്. ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്നും രാജേഷ് പറഞ്ഞു. നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു വിജയം LDFനുണ്ടാവും. പെർസെൻറ്റേജ് വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടാനില്ല. ഞങ്ങളുടെ വോട്ട് ഏറെക്കുറെ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. ശബരിമല ഞാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ഇപ്പം ഇനി പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു തരത്തിലും അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ജയസാധ്യത ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നതായി പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. എന്നാൽ പാർട്ടിയും മുന്നണിയും ഇതിനെ ഫലപ്രദമായി മറികടന്നു. ഗൂഢാലോചനയെക്കുറിച്ച് മെയ് 23 ശേഷം വ്യക്തമാക്കും. പ്രചാരണത്തിന് KPCC ഫണ്ട് നൽകിയില്ലെന്ന് പരാതിയില്ലെന്നും ശ്രീകണ്ഠൻ വ്യക്തമാക്കി. വലിയൊരു മുന്നേറ്റമായിരുന്നു പാലക്കാട് UDFന്. അതിൽ അതൃപ്തി പൂണ്ട അല്ലെങ്കിൽ അതിൽ വിറളി പൂണ്ട ചില ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. അത് പാർട്ടിയിലും മുന്നണിയിലും അല്ലാന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായി ഗൂഢാലോചന നടത്തി. അത് 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരിക്കലും പാർട്ടിക്കകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു ഇലക്ഷനാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാഷ്ട്രീയ എതിരാളികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്നുള്ളത് പറഞ്ഞ സത്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. പിന്നീട് പാർട്ടി പ്രവർത്തകരും KPCC ആണ് പ്രചരണ രംഗത്തും എല്ലാ കാര്യത്തിലും സഹായിച്ചത്. MK രാഘവനെതിരായ കേസുമായി CPM മുന്നോട്ട് പോകുമെന്ന് കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ. രാഘവനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. മണ്ഡലത്തിൽ മികച്ച വിജയം നേടുമെന്നും പ്രദീപ് കുമാർ News 18നോട് പറഞ്ഞു. ഞങ്ങൾക്കാർക്ക് ഉത്തരവാദിത്തമുള്ളതല്ല വിവാദം. ആ വിവാദത്തെക്കുറിച്ച് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി CPMൻ്റെ തലയിൽ ആക്ഷേപം ഉന്നയിച്ചു. അടിസ്ഥാനമില്ലാതെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്തു അവരെ. അപ്പോൾ അതിനെതിരെ ശക്തമായി ഞങ്ങളുടെ നേതൃത്വം മറുപടി പറഞ്ഞു. ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുത്തു. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആർക്ക് TV9 ചാനലിന് ഞങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ളതും മാത്രമല്ല, അങ്ങനെയൊന്നും ഒരു മാർഗ്ഗമൊന്നും നമ്മളാരും സ്വീകരിക്കില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം. പൊന്നാനിയിൽ 2009-നേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. മണ്ഡലത്തിലെ മികച്ച പോളിംഗ് ഗുണം ചെയ്യും. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. അത് UDFന് ഗുണം ചെയ്യുമെന്നും ET News 18നോട് പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ പൊന്നാനിയിലും മുൻ വർഷത്തേക്കാൾ 2% പോളിംഗ് പൊന്നാനിയിൽ രേഖപ്പെടുത്തി. ഇത് ആർക്ക് ഗുണം ചെയ്യും എന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ET മുഹമ്മദ് ബഷീറാണ്. പോളിംഗിലെ ഒരു വർധനവുണ്ടായിരിക്കുന്നു. 73-ൽ നിന്ന് 75-ലേക്ക് കടക്കുന്നു എന്നാണ് ഈ കണക്കുകളൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ആ വർധനവ് കാണുന്നത്? പോളിംഗിൻ്റെ വർധന മാത്രമല്ല, അത് ഒരു ഘടകമാണ്. പോളിംഗിലെ വർധനയോട് കണ്ടുകൊണ്ട് ആർക്കാണ് അതിൻ്റെ ഗുണമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ ഒക്കില്ല. സ്വാഭാവികമായിട്ടും ഒരു അസംബ്ലി സെഗ്മെൻറ്റ് അവിടെ ആർക്കാണോ ഭൂരിപക്ഷം അതിൻ്റെ ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാവും. അതിൻ്റെ കുറച്ച് റിഫ്ലക്ഷൻ അങ്ങോട്ട് പോകും. ഇൻ ബ്രീഫ് 2 പാർട്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോളിംഗ് കൂടാൻ ഇടവരുത്തും. അപ്പം അതിനെ മാത്രം ആശ്രയിച്ചിട്ട് നോക്കാനൊക്കില്ല. പൊതുവായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡും ആദ്യം മുതൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്യാമ്പയിന് അതുപോലുള്ള സംഗതികളെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു അംശം ഇതിൻ്റെ ഉണ്ടാവും. ഏത് ഈ പെർസെൻറ്റേജ് കൂടിയത് അതൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു ലെവലിലേക്ക് ഞങ്ങൾ പോകും. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം 2-3 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറഞ്ഞിരുന്നു. 82,000 എനിക്ക് ആദ്യം കിട്ടി. അതിനെപ്പോലും ക്രോസ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. ആ വിധത്തിലാണ് അതിൻ്റെ ട്രെൻഡ്. ഈ മണ്ഡലം വൈസുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തിയുള്ള പൊന്നാനി, തൃത്താല, തവനൂർ ഈ മണ്ഡലങ്ങളിലാണ് താരതമ്യേന പോളിംഗ് കുറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക്. ഇതിനെക്കുറിച്ച് ഇടതുപക്ഷം പറയുന്നത് അവിടെ UDFിലെ ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ്സുകാരാണ്. ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ലീഗിന് കിട്ടാത്തതാണ് അവിടെ പോളിംഗ് കുറയാനുള്ള ഒരു കാരണമെന്നാണ് അവർ ആരോപിക്കുന്നത്, അവർ കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഇതിന് മറുപടി പറയുന്നത്? അത് CPMമാർ മര്യാദക്ക് വന്ന് വോട്ട് ചെയ്തില്ലെങ്കിലും വരാമല്ലോ. CPM കേന്ദ്രങ്ങളിൽ പെർസെൻറ്റേജ് കുറഞ്ഞാൽ പെർസെൻറ്റേജ് പറഞ്ഞാൽ വോട്ട് എങ്ങോട്ടും പോകണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ വോട്ട് അവർക്ക് പോലല്ലോ. അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞ വിട്ടിത്തല്ലേ. അവരെ കോട്ടയിൽ പെർസെൻറ്റേജ് കുറഞ്ഞാൽ കോൺഗ്രസ്സുകാർ നമുക്ക് വോട്ട് ചെയ്തില്ല. അതല്ലേ അവർ പറഞ്ഞത്. അത് അബദ്ധമല്ലേ. അവരുടെ കേന്ദ്രങ്ങൾ വോട്ടിംഗ് കുറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുക അവരെയാണ്. അപ്പോൾ ആ 3 പഞ്ചായത്തിലും 3 മണ്ഡലത്തിലും വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ
അവർ കണക്കൂട്ടൽ തെറ്റും. എത്ര ലെവലിൽ തെറ്റും ഞാനിപ്പോൾ പറയുന്നില്ല. അത് അവരുടെ ഒരു വോട്ട് വലിയ ബാങ്കാന്നുള്ള അവരെ കണക്കുണ്ടല്ലോ, ആ കണക്ക് തെറ്റും ഇപ്രാവശ്യം, യാതൊരു സംശയമില്ല. കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടും ലഭിച്ചു തന്നെയാണ്. എല്ലാ വോട്ടും തന്നെ 101%. പിന്നെ ഇത് എല്ലാ വോട്ടും എന്ന് പറയേണ്ട കാര്യമില്ല. മോർ ദാൻ ദി എക്സ്പെക്ടേഷൻ 101% വോട്ടും കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്. സംശയം. കടുത്ത മത്സരമായിരുന്നു പൊന്നാനി ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം മുതൽ പ്രചാരണത്തിൽ ഇരു വിഭാഗക്കാരും വളരെ സജീവമായിരുന്നു. PV അൻവർ മറുവശത്ത് നിലമ്പൂർ MLA അവർ ശക്തിയാർന്ന പ്രചാരണം അഴിച്ചുവിട്ടു. താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് പലതരത്തിലുള്ള വർഗീയവാദി എന്നുള്ള രീതിയിലുള്ള ആരോപണം, സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള ആരോപണം, അങ്ങനെ പലതും ഉന്നയിച്ചു. ഇതിനൊന്നും തന്നെ ഇലക്ഷൻ്റെ സമയത്ത് ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞിരുന്നില്ല. എന്താണ് ഇപ്പോഴതിൻ്റെ പ്രചരണത്തിൽ ഡീസൻ്റ് ആയിരിക്കും? ആരായിരുന്നു? ഞാൻ ആ തെരഞ്ഞെടുപ്പിന് മുഴുവൻ ഘട്ടങ്ങളിലും ആ ഡീസൻസി കീപ്പപ്പ് ചെയ്തു. മറ്റൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഞാൻ പ്രത്യേകം വാച്ച് ചെയ്തൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇവരിങ്ങനെ കുറേ കാര്യം പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾ ആരും ഒരു മീഡിയ രണ്ടാമത്തെ ദിവസം പൊക്കിയിട്ടില്ലല്ലോ? കാര്യങ്ങൾ പലതും പറഞ്ഞു. എന്തുകൊണ്ടത് മീഡിയ നിറഞ്ഞിക്കായിരുന്നു? എന്തുകൊണ്ടത് മീഡിയയിൽ ഡിസ്കഷൻ ആയിരുന്നത്? അവരുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റഗ്രിറ്റിനെ കുറിച്ച് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ. അവർ കോടീശ്വരം അങ്ങനെ ഇത് വർക്ക് ചെയ്യില്ല. എപ്പോഴും മാന്യതയെ വർക്കുള്ളൂ. എനിക്കും പറയാമല്ലോ, അടിസ്ഥാനരഹിതമായിട്ട് ആരോപണം എനിക്ക് അവർ അത് ചെയ്തു ഇത് ചെയ്തു അപ്പടി ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് തന്നെ ഞാൻ കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. എൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ വ്യക്തിയെ പേഴ്സണലായിട്ട് അധിക്ഷേപിക്കുന്ന ശൈലി ശരിയല്ല. പൊളിറ്റിക്സ് എന്ന് പറയാനുള്ളതാണ്. ഞങ്ങൾക്ക് എത്ര പൊളിറ്റിക്സ് പറയണ്ട, അവർക്ക് വേണമെങ്കിൽ പറയാമല്ലോ. ഞങ്ങൾക്ക് ധാരാളം പറയാനുണ്ട്, അത് പറയാൻ തന്നെ നേരമില്ല. അപ്പോൾ അത്രയും തിരക്ക് പിടിച്ച സംഗതിയാണ്. അതുകൊണ്ട് അതൊക്കെ നിന്ന് ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ആ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഏത് പ്രചരണ ശൈലി സ്വീകരിച്ചു, ഞങ്ങൾ ഏത് പ്രചരണം, അത് അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാർക്ക് പ്ലസ് മാർക്കാണ്, യാതൊരു സംശയമില്ല. 2014 നിന്നും 2019 വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? നിങ്ങൾ പൊന്നാനിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പൊന്നാനിയോ? ഭൂരിപക്ഷം വളരെ കൂടും. മെയിൻ അത് തന്നെ എന്ന് വെച്ചാൽ 2000 നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 2014 എത്രയോ ഷൂട്ടപ്പ് ചെയ്യും ഞങ്ങളുടെ മെജോറിറ്റി. സംശയമില്ലല്ലോ, യാതൊരു സംശയമില്ല. ഏറ്റവും അനുകൂലമായ ഘടകം എന്തായിരുന്നു പൊന്നാനിയിൽ? ഘടകം എന്ന് പറഞ്ഞാൽ ഒന്ന് BJP വിരുദ്ധ മനോഭാവം ജനങ്ങളുടെ. നമ്പർ 2 ഈ CPMന്റെ ഈ അവസരവാദമായിട്ട് കാര്യം അനുമോദാണ് ET മുഹമ്മദ് ബഷീറിനൊപ്പം പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിനൊപ്പം ദീർഘനേരം സംസാരിച്ചത്. രാഹുൽ ഗാന്ധി മാന്യനായ രാഷ്ട്രീയ എതിരാളിയായിരുന്നുവെന്ന് വയനാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി PP സുനീർ. കോൺഗ്രസ് അധ്യക്ഷനെതിരെ അപരന്മാരെ നിർത്താൻ വ്യക്തിപരമായി ആഗ്രഹിച്ചിരുന്നില്ല. വയനാടിന്റെ പിന്നാക്കാവസ്ഥയും കാർഷിക മേഖലയുടെ തകർച്ചയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുവെന്നും സുനീർ ന്യൂസ് 18നോട് പറഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തനായ എതിരാളിയെ നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് PP സുനീർ. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ PP സുനീർ സർവ്വശക്തിയും സംഭരിച്ചാണ് നേരിട്ടത്. അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നു. രാഹുൽ ഗാന്ധിയെ പോലൊരു സ്ഥാനാർത്ഥി ഇങ്ങനെ വരുമ്പോൾ കുറേ കൂടി സുരക്ഷിതമായൊരു മണ്ഡലം വേണം എന്ന് തോന്നിയിരുന്നു. അതോ ഇവിടെ തന്നെ അതൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതിയല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും അങ്ങനെ എതിരാളിയെ നോക്കി അല്ലെങ്കിൽ മണ്ഡലം നോക്കിയൊന്നുമല്ല സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. പാർട്ടി പ്രവർത്തനം പരിഗണന വെച്ചുകൊണ്ട് അർഹമായ സ്ഥലങ്ങളിൽ അർഹമായ ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. അതിന് ഇതൊന്നും എതിരാളി ആരാണെന്നുള്ളതൊന്നും ഒരു മാനദണ്ഡമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാറില്ല. ഏതായാലും ഈ മാർച്ച് 31 കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്നത്, രാഹുൽ വയനാട്ടിലേക്ക് വരുമെന്ന്. പുറത്തേക്കൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. സുനീർ വളരെ ധീരനായി ഞാൻ രാഹുലിനെ നേരിടാൻ തയ്യാറാണെന്നത്. ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ പാർലമെൻറ്റ് മത്സരം. അതും വളരെ ദേശീയ പ്രാധാന്യമുള്ള നേതാക്കന്മാരുമായി തന്നെയാണ് മത്സരിച്ചതൊക്കെ. അത്തരത്തിലൊരു വിഷയം രാഷ്ട്രീയമായ ഉത്തരവാദിത്വ ഒരു ചുമതല എന്നതിൽ കവിഞ്ഞ് അങ്ങനെ വ്യക്തിപരമായൊരു വിഷയമായി ഇതൊരിക്കലും ഈ തെരഞ്ഞെടുപ്പിനെ കാണാറില്ല. മത്സരിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളെ ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം വേറെ രീതിയിൽ നിർവഹിക്കുന്നു എന്നല്ലാതെ അതൊരു വ്യക്തിപരമായി മാനസികമായി ശക്തിയോ ദൗർബല്യമൊന്നുമായി അതിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല. ഈ വയനാട്ടിലെ വിഷയങ്ങൾ വലിയ ശക്തമായി ഉന്നയിക്കാൻ ഇതൊരു അവസരമായെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കർഷകരുടെ വിഷയങ്ങൾ, ന്യൂനപക്ഷത്തിൻ്റെ വിഷയങ്ങൾ, അതിനൊക്കെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രചരണ പരിപാടികൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെന്നാവും അല്ലേ? തീർച്ചയായും ഇടതുപക്ഷം ഈ മത്സരത്തെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മത്സരമായി മാറ്റി. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ദേശീയ അടിസ്ഥാനത്തിലും മാറി, സംസ്ഥാനത്തും വയനാട് പ്രത്യേകിച്ചും പുതിയ ചില വിഷയങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു. അപ്പോൾ അമേഠിയുടെ ഒരു പിന്നോക്കാവസ്ഥ രാഹുൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല.
കാർഷിക നയങ്ങളെക്കുറിച്ചും കർഷക ആത്മഹത്യകളെക്കുറിച്ചും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ലോക്സഭയിൽ ഇരുന്നുകൊണ്ട് നടപ്പിലാക്കിയ ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ കർഷക പാർലമെൻറ്റ് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അശോക് ദാവളെ പോലെയുള്ള കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി P. സായിനാഥിനെ പോലെ ഇത്തരം വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു ആക്ടിവിസ്റ്റ്, അത്തരം ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഇടതുപക്ഷത്തിൻ്റെ ദേശീയ നേതാക്കൾ, ഇതിൽ പ്രധാനപ്പെട്ട എല്ലാവരും, സീതാറാം യെച്ചൂരി, സുധാകർ റെഡ്ഡി, D. രാജ, SRP, MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, അനി രാജ, D. രാജ, അങ്ങനെ തുടങ്ങി ഇടതുപക്ഷത്തിൻ്റെ ബിനോയ് വിശ്വവും കെ ഇസ്മയിലൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും CPM പരിപൂർണമായും കേരളത്തിൽ വന്ന മുഴുവൻ നേതാക്കളും ഇവിടെ വന്ന് പ്രചരണം നടത്തി. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിൽ ഈ മത്സരത്തിൽ ഗതി തിരിച്ചുവിട്ടത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൽപ്പറ്റയിലെ മാർച്ചോടുകൂടിയാണ് ഈ മത്സരം അത്യന്തം ആവേശകരമായ ഒരു അനുഭവമായും ഇടതുപക്ഷ പ്രവർത്തകരിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും രാഷ്ട്രീയമായുള്ള ചില നീക്കങ്ങളുമാണ്. അതോടുകൂടി ഇടതുപക്ഷം ഒരു വളരെ വാശിയേറി അടിത്തട്ടിൽ സാധാരണ പ്രവർത്തകർ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോളിംഗ് കഴിഞ്ഞ സമയത്തും ഈ പോളിംഗ് വർദ്ധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഈ മാധ്യമങ്ങൾ കാണുന്നത് പോലെയുള്ള ഒരു തരംഗമൊന്നുമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. പോളിംഗ് വർദ്ധിക്കുമെന്ന് പക്ഷേ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അടിത്തട്ടിൽ സംഘടനാവർക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങളൊരു അനുഭവം, ഒരു നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചും പ്രവർത്തിച്ചും പരിചയമുള്ളൊരു വ്യക്തി എന്നുള്ളതല്ലേ, പൊതുപ്രവർത്തകൻ എന്നുള്ളതല്ലേ, ഇത്രമാത്രം സജീവമായൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ സാധാരണ പ്രവർത്തകർ കാണിക്കുന്ന അതേ ആവേശവും ആത്മവിശ്വാസവും നമ്മുടെ പ്രവർത്തകർ അടിത്തട്ടിൽ വരെ സജീവമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓരോ വോട്ടറെയും കാണാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ശക്തിയാണ്. 15,000 സ്ക്വാഡുകൾ പ്രവർത്തകർ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും മുന്നണി എന്നുള്ള നിലയിൽ പാർട്ടിയും പ്രവർത്തകരും ഒക്കെ ശ്രമിച്ചത് പരമാവധി വോട്ടർമാരെ കാണുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളും നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ മണ്ഡലത്തിൻ്റെ ദുരവസ്ഥയും അതിനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിരുന്നത്. അത് നന്നായി ക്യാമ്പയിൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ വയനാട് മണ്ഡലത്തിൻ്റെ മലപ്പുറം ജില്ലയിലുള്ള ചില മേഖലകൾ, പ്രത്യേകിച്ച് വണ്ടൂർ, അവിടെയൊക്കെ പക്ഷേ ഈ പ്രതീക്ഷിച്ചത്ര ഉയർന്നോ പോളിംഗ്? അവിടെ കുറച്ച് കുറഞ്ഞു. അവിടെ കുറച്ച് കുറവുണ്ട്. അതാണ് UDFൻ്റെ ഒരു ആവേശകരമായ ഇവർ പറയുന്ന തരംഗമാണെങ്കിൽ ആ തരംഗം ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് കഴിഞ്ഞ 10-30 വർഷമായി UDF സ്ഥിരമായി ജയിച്ചു വരുന്ന വണ്ടൂരിലായിരുന്നു. പക്ഷേ അവിടെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വണ്ടൂർ, എറണാകുളം, നിലമ്പൂർ ഈ വയനാട് ജില്ലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് പൊതുവെ കുറവാണ്. ഈ രീതിയിലുള്ളൊരു മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടില്ല. പൊതുവെ കേരളത്തിൽ മൊത്തം പോളിംഗ് കൂടി ഒരു കാലത്തില്ലാത്തതുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സുനീർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള പോരാട്ടം, അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കോഴിക്കോട്ട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ളൊരു സംസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP 2-3 ഘട്ടങ്ങളിൽ 2-3 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു വന്നെങ്കിലും കേരളത്തിൽ അത് വേണ്ടത്ര ആ ശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോവുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോഴ് അസുലഭമായ സന്ദർഭമായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ നിലയ്ക്ക് 2 കാര്യങ്ങളിലും പ്രാഥമികമായിട്ട്, ഞാൻ പ്രാഥമിക സ്റ്റേജാണല്ലോ, ഈ 2 കാര്യങ്ങളിലും മുന്നോട്ട് പോകാനും അതിൽ ഗുണപരമായ നേട്ടം BJPക്ക് ഉണ്ടാകുമെന്ന പ്രാഥമിക നിഗമനത്തിലെത്താനും സാധിച്ചിട്ടുണ്ട്. 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം മുന്നണികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, UDFൻ്റെയും LDFൻ്റെയും. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും ഉന്നതനായ നേതാവ് മത്സരിച്ച തെരഞ്ഞെടുപ്പ് വയനാട്ടിലാണ്. AICCയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ UDFൻ്റെ കാൻഡിഡേറ്റായി മത്സരിക്കുന്നു. ആരാ പ്രതിയോഗി, ആരാ എതിരാളി, രാഷ്ട്രീയ എതിരാളി? ഞാൻ ശത്രു എന്നുള്ള പദം ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ എതിരാളി ആരാ? രാഷ്ട്രീയ എതിരാളി ആരെന്ന ചോദ്യത്തിന് AICCയുടെ അധ്യക്ഷന്, വയനാട്ടിലെ സ്ഥാനാർത്ഥിക്ക് ഉത്തരമുണ്ടായില്ല. ഞാൻ LDFനെതിരായിട്ട് എൻ്റെ വായ തുറക്കില്ല എന്ന് പറയുമ്പോൾ ഈ 2 മുന്നണികൾ എന്നുള്ള സങ്കല്പം കേരളത്തിൽ അപ്രസക്തമായിരിക്കുന്നു. പ്രായോഗികമായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത് വന്നിരിക്കുന്നു. അതുകൊണ്ട് 2 മുന്നണികളായിട്ട് ഇവർ നിൽക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഈ കാര്യമാണ് പ്രഥമ ദൃഷ്ട്യാ എനിക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത്. മറ്റൊരു കാര്യം, 4 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹം നടത്തിയ അനാവശ്യവും അനുചിതവുമായ മാധ്യമങ്ങളോടുള്ള പ്രതികരണം, പരാമർശങ്ങൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും അത്യന്തം ആക്ഷേപകരമായിട്ടുള്ളതും
അത് നിയമദൃഷ്ട്യ സമൂഹമധ്യത്തിൽ വ്യക്തിഹത്യ നടത്തുന്നതാണ്. ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു വ്യക്തിയിൽ നിന്ന് പോലും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാവർക്കും അവരുടെ സ്വാഭിമാനമുണ്ട്. ആ സ്വാഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല. ഇത് അടിസ്ഥാനപരമായ തത്വമാണ്. അത് എന്തിനു വേണ്ടി മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അത് ഉപയോഗിച്ച വാക്ക് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വാക്ക് മാത്രമല്ല, കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മിക്ക മീഡിയകളിലും അതെല്ലാം വന്നു. വളരെ വിഷമമുണ്ട്. പൊതുപ്രവർത്തകരോട് ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കാൻ പാടില്ല. ഞാൻ ഒരവസരത്തിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഒരു വാക്ക് പോലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം കാരണം തെരഞ്ഞെടുപ്പ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. ആ തെരഞ്ഞെടുപ്പ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ അതിലെ റെഫറിയാണ്. പക്ഷേ റെഫറി തന്നെ ഒരു പക്ഷത്തേക്ക് ഗോളടിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ജനാധിപത്യത്തിനും തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ തന്നെ അപകടമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം ഒന്നൊന്നായി പരാജയപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തണം, BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറ്റി നിർത്തണം, വിലക്ക് കൽപ്പിക്കണമെന്നുള്ള നിലയിൽ ശുപാർശ ചെയ്തതായി പത്രങ്ങളിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പത്രങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. ഏതായാലും അതൊന്നും കേന്ദ്ര കമ്മീഷന് കൊടുത്തെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വിലക്കുണ്ടായില്ല, വിലക്കിൽ മാറ്റി നിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് സത്യത്തിൻ്റെ വിജയമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച പദം അത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ല, ആരും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. വിഡ്ഢിത്തം പറഞ്ഞു നടക്കുന്ന അയാളാണ് ഞാനെന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ പറഞ്ഞത്? ഏതാ വിഡ്ഢിത്തം പറഞ്ഞെന്ന് അദ്ദേഹം വിശദീകരിക്കട്ടെ. അദ്ദേഹമല്ല ഈ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള മൗലികാവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭരണഘടനയാണ് സുപ്രീമായിട്ടുള്ളത്. ഒന്ന്, ജനങ്ങളാണ് പരമാധികാരികൾ. രണ്ട്, ഭരണഘടനയാണ് അതിൻ്റെ പ്രതീകം. ഈവൻ കോടതിയോ പാർലമെൻറ്റ് പോലും പരമാധികാരം എന്ന് പറയാൻ സാധിക്കില്ല. പരമാധികാര സങ്കല്പം ജനങ്ങൾക്കാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ഭരണഘടനയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ വേദപുസ്തകമായി കാണുന്ന അതിനെയാണ്. അപ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ശ്രമിക്കേണ്ടത്. പക്ഷെ കേരളത്തിൽ ഇത്തവണ തീക്ഷ്ണമായ അനുഭവങ്ങൾ ആ രംഗത്തുണ്ടായി എന്നുള്ള ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ, മുഖ്യ ഉദ്യോഗസ്ഥൻ തന്നെ അതിന് പോയത് ശരിയായില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള നിയമപ്രകാരം ഗുഡ് ഫെയ്ത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെല്ലാം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത പ്രൊട്ടക്ഷൻ ക്ലോസ് ഉള്ളതാണ്. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു ഗുഡ് ഫെയ്ത്ത്. അതുകൊണ്ട് ഗുഡ് ഫെയ്ത്ത് അല്ലാത്തതെല്ലാം ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടി. മാധ്യമങ്ങളെ വിളിച്ച് മാധ്യമങ്ങളോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം ചെറുതായിപ്പോയി. അദ്ദേഹം ദുരുദ്ദേശത്തോടെ പ്രവർത്തിച്ചു. ദുരുദ്ദേശത്തോടെ പ്രവർത്തിച്ചാൽ ഈ പ്രൊട്ടക്ഷൻ ക്ലോസ് ബാധകമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് കോടതിയെ സമീപിക്കാൻ, നിയമത്തെ സമീപിക്കാൻ, സിവിലായും ക്രിമിനലായും മാനനഷ്ട കേസുകൾ കൊടുക്കുന്നതിൻ്റെ സാധ്യതകളെപ്പറ്റി ആരാഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനും അദ്ദേഹമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ കണ്ടു, ഒരിക്കൽ ഫോണിൽ സന്ദർശിച്ചു. ഇതല്ലാതെ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം ആദ്യത്തെ ഒരു സംഭവത്തിലായിരിക്കാം വൈര്യനിരാധന ബുദ്ധിയ പ്രതികാരത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കാനുണ്ടായത്. അതിന് അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളെ പാലിക്കാതെ അതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് അദ്ദേഹം വിളിച്ചു കൂട്ടിയപ്പോൾ ഞാൻ പോയിരുന്നു. ആ പോയ സമയത്ത് അവിടെ അതിനുള്ള സംവിധാനങ്ങളെ പറ്റിയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം ദ ബോസ്. പത്രങ്ങളെല്ലാം പറഞ്ഞതാണ്, മാധ്യമങ്ങളെ ഇറക്കി വിട്ടു. ഐ ആം ദ ബോസ് എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ ബോസ് ഇന്ത്യയിലെ ജനങ്ങളാണ്, പരമാധികാരം ജനങ്ങൾക്കാണ്. യു ആർ നോട്ട് ദ ബോസ് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു.
രണ്ടാമത്, ഒരു ഉദ്യോഗസ്ഥൻ പൊതുജന സേവകനാണ്, സെർവൻ ഓഫ് ദ പീപ്പിൾ, രാജ്യത്തിൻ്റെ ആ നിലക്കാണെന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ വൈരാഗ്യമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും അത് ലംഘിച്ചതായി ഒരു നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്, വിശദീകരണമോ എനിക്കെതിരായിട്ട് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളിലൂടെയും എനിക്കെതിരായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചട്ടലംഘനം ഉണ്ടായി എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞതായിട്ടും അറിയില്ല. പക്ഷെ തിരക്ക് പിടിച്ച് അദ്ദേഹം ഇത് ചെയ്യേണ്ട ആവശ്യം എന്താ? ഒരു ഷോക്കോസ് നോട്ടീസ് പോലും തരാതെ ചെയ്യുന്നത് ശരിയാണോ? നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞത് ഏതൊരാളിനെ സംബന്ധിച്ചും നടപടിയെടുക്കും മുമ്പ് അവർക്ക് അവസരം കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ജസ്റ്റിസ്. അപ്പം നാച്ചുറൽ ജസ്റ്റിസ് പോലും വയലേറ്റ് ചെയ്തുകൊണ്ട് എന്തിനാ തിരക്ക് പിടിച്ച് ഇത്തരത്തിൽ ചെയ്യുന്നത്? എന്ത് സംഭവം ഉണ്ടായിട്ടുള്ളത്? അതിനുശേഷം 2 ആഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ വലിയ ഫോട്ടോയിൽ പ്രിൻ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുകയും പിന്നീട് പത്രങ്ങളിൽ പരസ്യമൊക്കെ അത് വന്നു. പരസ്യം വരുന്നതിന് മുമ്പ് തന്നെ ഇത് ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഔദ്യോഗികമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതാണോ പ്രകോപനമാക്കിയെന്ന് എനിക്കറിയില്ല. ഇത് പ്രകോപനമുണ്ടായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അദ്ദേഹം അത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മാന്യത കാണിക്കണം. ഏതായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ നടപടികളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കാര്യം കൂടി പറയുന്നു. ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. 2 തവണ ഞാൻ ക്ഷമാപണം നടത്തിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഇതിന് പോയ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിരിയുമ്പോൾ സൗഹാർദ്ദത്തോടാണ് അത് പിരിഞ്ഞത്. എനിക്കിനി അവിടെ എന്താ ക്ഷമാപണമെന്ന് എനിക്കറിയില്ല. ഇനി എവിടെയാണ് ക്ഷമാപണം ഉണ്ടായിട്ടുള്ളത്? തൃശ്ശൂർ ഞാനതിൽ എഴുതിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ഒരു സംഭവം ഉണ്ടായ അവസരത്തിൽ ചില വാക്കുകൾ, വഴിവിട്ട വാക്കുകൾ ചില തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം അത് ശരിയല്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വിളിച്ചു പറഞ്ഞു, മാധ്യമങ്ങളോടും പറഞ്ഞു, തൃശ്ശൂരിലെ മാധ്യമങ്ങളോടും ഞാൻ പറഞ്ഞു, ഏറ്റുമുട്ടലിന് BJP ഇല്ല. അത് ഏറ്റുമുട്ടൽ ഒരിക്കലും ഒരു ജനാധിപത്യ പാർട്ടി തീരുമാനിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഈ മാനനഷ്ട പ്രഖ്യാപനം തന്നെ കേസ് കൊടുക്കുന്നതിന് ഞാൻ മാറ്റിവെച്ചത് ഇലക്ഷൻ കഴിയട്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ വിശാലമായി കാണാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കേണ്ടതാണ്. താളെ പറ്റൂന്ന് പറഞ്ഞാൽ കയറെടുക്കേണ്ടവരല്ല കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ. രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെങ്കിൽ എന്തുമാകാം എന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത്. ഇതിന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സംവിധാനത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള എൻ്റെ ആശങ്കയും ഏതായാലും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടിപ്പിടിച്ച് ഹൈക്കോടതിയിൽ പോയി ആ ഹർജി അന്ന് തന്നെ ഡിസ്പോസലായി. എന്തൊരു തിടുക്കമാണ്. നോട്ടീസ് പോലും കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത്രയും ശുഷ്കാന്തി. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ജയിലിൽ പിടിച്ചിടാൻ സാധിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ടിക്കാറാം മീണയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള ടിക്കാറാം മീണയ്ക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യും, താൻ വിഡ്ഢിത്തം പറഞ്ഞു നടക്കുന്ന ആളായി ചിത്രീകരിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുരുദ്ദേശത്തോടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, ടിക്കാറാം മീണ വൈരാഗ്യത്തോടെ പെരുമാറുന്നു, താൻ മാപ്പ് പറഞ്ഞുവെന്ന പ്രസ്താവന കള്ളമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. PV അൻവറിന്റെ പ്രതികരണം. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പോളിംഗ് കൂടിയത് ഗുണം ചെയ്യുമെന്ന് LDF സ്ഥാനാർത്ഥി PV അൻവർ പ്രതികരിച്ചു. ഇതുവരെ വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കൂടിയത്. വോട്ട് പെട്ടിയിലായി തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി ജയിക്കും, അതിന് തർക്കമൊന്നുമില്ല. വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവും കുറവും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന വിഷയമല്ല. ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് സ്ഥാനാർത്ഥി നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കൃത്യമായിട്ടും നമുക്ക് അനുകൂലമാണ്. തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് നമ്മൾ ജയിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. തരം താണതും മ്ലേച്ഛവുമായ പരാമർശങ്ങൾ CPM നടത്തിയെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ഇതിനെയെല്ലാം മറികടന്ന് 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഉണ്ണിത്താൻ അവകാശപ്പെട്ടു. കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും കുഴലെടുക്കുമ്പോൾ വാല് വളഞ്ഞേയിരിക്കൂ. മാർക്സിസ്റ്റുകാരെ നന്നാക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ച് നടക്കൂ? കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ ആവശ്യമായ വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളൊക്കെ 60-65 അപ്പം പോലും ഇപ്പോൾ 90% കാരണം ഗൾഫ് മേഖലയിലിരിക്കുന്ന ആളുകൾ അവരുടെ വോട്ടുകളാണല്ലോ കള്ളവോട്ട് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയാം,
ഒബ്സർവർ, കളക്ടർ, അതുപോലെ തന്നെ ഉന്നതരായ പോലീസ് ഓഫീസർമാർ നിഷ്പക്ഷമായി നീതിപൂർവമായി ഈ തെരഞ്ഞെടുപ്പിൽ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഉത്തരവുകൾ താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ലംഘിക്കുന്നത് കാണാമായിരുന്നു. ചില പ്രിസൈഡിംഗ് ഓഫീസർമാർ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് വൈകിച്ചു UDF കേന്ദ്രങ്ങളിൽ. എന്തിനാണെന്ന് വെച്ചാൽ വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന അവസാനത്താളിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടും. മാധ്യമപ്രവർത്തകരോട് വീണ്ടും ക്ഷോഭിച്ചു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗിനെക്കുറിച്ച് ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരോടാണ് മുഖ്യമന്ത്രി ക്ഷോഭിച്ചത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും വഴിയാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാനെത്തിയത്. എന്നാൽ ചോദ്യത്തിന് മറുപടി നൽകാതെ മാറി നിൽക്ക് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വയനാട്ടിലും അമേഠിയിലും ജയിച്ചാൽ ഏതു മണ്ഡലം നിലനിർത്തുമെന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇരു മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ ആഗ്രഹമനുസരിച്ച് തീരുമാനിക്കും. ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UPAക്ക് സർക്കാർ രൂപീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും രാഹുൽ ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പേരെ കൊല ചെയ്ത ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലെ 9 ചാവേറുകളിൽ 8 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നതായി ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രി റുവാൻ വിജയവർദ്ധന പറഞ്ഞു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 60 പേരെ അറസ്റ്റ് ചെയ്തു. ഈസ്റ്റർ ദിനത്തിൽ കൊല്ലപ്പെട്ടവരെ കൂട്ടമായി സംസ്കരിക്കുന്ന കാഴ്ചയാണ് ശ്രീലങ്കയിൽ കണ്ടത്. ശ്രീലങ്കയിൽ നിന്നും പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, ഇപ്പോഴും ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണോ ശ്രീലങ്ക ഉള്ളത്? അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ആദ്യത്തെ ഞെട്ടലിൽ നിന്നുണർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ പക്ഷേ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. 350 കഴിഞ്ഞ് 359 എത്തി നിൽക്കുകയാണ് ഇപ്പോൾ മരണസംഖ്യ. 500-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് 60 പേർ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ 32 പേർ CIDയുടെ കസ്റ്റഡിയിലാണ്. CID ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മറ്റ് 28 പേർ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലും ഉണ്ട്. അതുപോലെ ഈ ചാവേറുകളിൽ 9-ൽ 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു വനിതയും ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഇതിനൊപ്പം തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ശ്രീലങ്കൻ പ്രതിരോധ ഡെപ്യൂട്ടി മന്ത്രി റുവാൻ വിജയവർദ്ധനെ ഒരു കാര്യം സമ്മതിച്ചു. ഇന്റലിജൻസ് അറിയിപ്പുകൾ, ഈ വിവരങ്ങൾ കൈമാറുന്നതിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇക്കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കുമെന്നും നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനൊപ്പം അവരെ കുഴക്കുന്ന വസ്തുത എന്ന് പറയുന്നത് വളരെ കാലമായി ഇതിൽ പലരും ഇവിടെ ചില സേഫ് ഹൗസുകളിൽ താമസിക്കുകയായിരുന്നു എന്നും അത് കണ്ടെത്താനോ തടയാനോ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനോ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും അധികം ആളുകൾ മരിച്ച നെഗോംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് സമീപമുള്ള ഒരു സേഫ് ഹൗസിലായിരുന്നു ഇതിൽ ഒരു വലിയ സംഘം താമസിച്ചിരുന്നത്. ഇതിൽ ഒരു വനിതയും ഉണ്ടായിരുന്നു. ഇവർ ചാവേറാണോ അവർക്ക് പരിശീലനം നൽകുന്നതായിരുന്നോ എന്നുള്ളത് വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറായില്ല. എന്തായാലും ആശങ്കാകുലമായ ഒരു അവസ്ഥയാണ്. കാര്യം ധാരാളം പേർ ഇതിന് പിന്നിൽ പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്, ഇവർക്ക് പിന്തുണയുമായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇക്കാര്യം മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വലിയ രീതിയിൽ പരിഭ്രാന്തിക്ക് കാര്യമില്ല, എന്നാൽ പോലും ജാഗ്രത പാലിക്കണം, ജനങ്ങൾ ജാഗരൂകരായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാനും പേർ ഇപ്പോഴും പുറത്തുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് നരേന്ദ്രമോദി. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും സിനിമാ താരം അക്ഷയ് കുമാറുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കേണ്ടി വരുമ്പോൾ മറ്റെന്തെങ്കിലും ഉദ്യോഗം ഏറ്റെടുക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തനിക്ക് കുർത്തയും മധുരവും അയക്കാറുണ്ട്. ചായ വിൽപ്പനയാണ് ജീവിതത്തിൽ തന്നെ പലതും പഠിപ്പിച്ചതെന്നും സാധാരണക്കാരനെന്ന അപകർഷതാബോധം മറയ്ക്കാനാണ് മികച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു. कि गुजरात में कोई सैनिक स्कूल है, उसमें आप दाखिल हो सकते हैं. तो हमने हमारे उस समय शायद 1 रुपया 2 रुपये से उसका सारा जानकारियाँ मंगवाते थे. मुझे कभी बड़े व्यक्ति से मिलने से कभी संकोच नहीं होता था. ऐसे ही फिर चला गया मैं बाहर.
ये बात सही है कि भीतर मन में था, तो मैं रामकृष्ण मिशन में चला गया। एक स्वामी आत्मस्थानंद जी हुआ करते थे, अभी उनका करीब 100 ईयर उम्र में अभी स्वर्गवास हुआ। तो मैं सीएम बना तो मेरे घर उनको फिर बुलाया मैंने, प्रधानमंत्री बना तो उनके यहाँ चला जाता था। अभी कलकत्ते में अस्पताल में तो 2-3 बार हो आया था मैं। तो वो बहुत मुझे प्यार करते थे, समझा। ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക പീഡന കേസിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന അഭിഭാഷകന്റെ ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും. സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്ന കാര്യം പരിഗണിക്കുന്നതായി കോടതി വ്യക്തമാക്കി. ഡൽഹി പോലീസ് കമ്മീഷണർ, CBI ഉന്നത ഉദ്യോഗസ്ഥൻ, NIA ഉദ്യോഗസ്ഥർ എന്നിവർ ജഡ്ജിമാരുടെ ചേംബറിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതിക്ക് 3-അംഗ സമിതിക്ക് മുമ്പ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകി. ഏപ്രിൽ 26-നാണ് ഹാജരാകാൻ നിർദ്ദേശം. 3 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം ഉച്ചവാർത്ത കാണാം. നമസ്കാരം.